ഹായ് സുഹൃത്തുക്കളെ, ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ പരീക്ഷയുടെ തൊട്ട് മുന്നേ നടന്ന പരീക്ഷയുടെ കുറച്ച് PYQകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ പരീക്ഷയുടെ പുതിയൊരു നോട്ടിഫിക്കേഷനൊക്കെ വന്ന് നിങ്ങളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ പരീക്ഷ മിക്കവാറും നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് മെക്കാനിക്കൽ സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഒരുപാട് പേര് പഠിക്കുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ നമുക്ക് ആ കഴിഞ്ഞ തവണ ചോദിച്ച ചോദ്യങ്ങളുടെ നിലവാരമൊക്കെ നമുക്ക് ഈ ഒരു PYQ ഡിസ്കഷനിലൂടെ മനസ്സിലാക്കാം. ഏത് രീതിയിൽ വേണം നമ്മളുടെ പഠനം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്റ്റബ് എൻഡ് ഓഫ് ആൻ ഇലക്ട്രോഡ് ഷുഡ് നോർമലി ബി നോട്ട് മോർ ദാൻ. അപ്പൊ ഇലക്ട്രോഡുകളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റബ് എൻഡ്, ഇലക്ട്രോഡിന്റെ സ്റ്റബ് എൻഡ് എന്താണ്? ഇറ്റ് ഷുഡ് നോട്ട് ബി നോട്ട് മോർ ദാൻ 5% ഓഫ് ഇലക്ട്രോഡ്, 10% ഓഫ് ഇലക്ട്രോഡ്, 15% ഓഫ് ഇലക്ട്രോഡ്, 20% ഓഫ് ഇലക്ട്രോഡ്. ഏതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? അപ്പോൾ ഇത് ഇലക്ട്രോഡുകളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അത്ര കോമൺ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല അല്ലേ? കഴിഞ്ഞ തവണത്തെ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നു സ്റ്റബ് എൻഡ്. അങ്ങനെ ഇലക്ട്രോഡുകളുമായി ബന്ധപ്പെട്ട് ഒരുപാടൊന്നും നമ്മൾ പഠിക്കാറുമില്ല. എന്താണ് സ്റ്റബ് എൻഡ് എന്നൊക്കെ ഉള്ളത്? ഏതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? ഒന്ന് ചിന്തിച്ച് നോക്കൂ. അതിന് മുന്നേ പറയട്ടെ, ഐപ്ലസ് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് ഒരുക്കുന്നുണ്ട്. വളരെ ചെറിയ ഫീസിൽ ഐപ്ലസിന്റെ കോഴ്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കോഴ്സിന്റെ വിശദാംശങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ട്രയൽ ക്ലാസ്സുകളൊക്കെ കണ്ടു നോക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണെന്ന് വെച്ചാൽ 10% ഓഫ് ദി ഇലക്ട്രോഡ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ എന്താണ് ഈ സ്റ്റബ് എൻഡ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്റ്റബ് എൻഡ് എന്ന് വെച്ചാൽ it refers to the portion of the electrode that remains after the welding process. അതായത് വെൽഡിംഗ് പ്രോസസ്സിന് ശേഷം, മെൽറ്റായ ശേഷം, ഈ പറഞ്ഞ കോട്ടിംഗ് ഒക്കെ പോയ ശേഷമുള്ള ബാക്കിയുള്ള ആ ഭാഗത്തെയാണ് സ്റ്റബ് എൻഡ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ സാധിക്കാത്ത ഒരു ഇറ്റ് ഈസ് നോ ലോങ്ങർ യൂസ്ഫുൾ ഫോർ വെൽഡിംഗ്. പക്ഷേ ഈ സ്റ്റബ് എൻഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വേസ്റ്റ് ആയി പോകുന്ന ആ ഒരു പാർട്ടാണ്. അത് 10% ടോട്ടൽ ഇലക്ട്രോഡിന്റെ 10% അധികം വരാൻ പാടില്ല എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സെറ്റ്. 10% ഓഫ് ദി ഇലക്ട്രോഡ് എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നിമിയിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല, പക്ഷെ സ്റ്റിൽ മറ്റ് സ്പെസിഫിക്കേഷനുകളിലൊക്കെ നമുക്കിത് കാണാൻ സാധിക്കും. ഇറ്റ്സ് എസെൻഷ്യലി ദ അൺയൂസ്ഡ് പോർഷൻ ഓഫ് ദി ഇലക്ട്രോഡ് റോഡ്. When using a welding electrode rod, a portion of the rod melts and deposits into the weld and the remaining portion becomes the stub. അപ്പോൾ ഇലക്ട്രോഡിന്റെ റിമൈനിങ് ആയിട്ടുള്ള വെൽഡിങ്ങിന് ശേഷം ബാക്കി വരുന്ന ആ പോർഷനെയാണ് സ്റ്റബ് എന്ന് നമ്മൾ പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, there are 3 prerequisites for any fire or explosion to take place. Which one of the following is not included in the 3 prerequisites? ഇത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമല്ല. അതായത് ഒരു ഫയർ അല്ലെങ്കിൽ എക്സ്പ്ലോഷൻ സംഭവിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ അവിടെ ഉണ്ടാവണം. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് അതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 4 ഓപ്ഷൻ: ഫ്യുവൽ, നൈട്രജൻ, ഓക്സിജൻ, ഇഗ്നീഷൻ. ഏതാണ് കറക്റ്റ് ആൻസർ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. ഇത് നമുക്കൊന്നും അറിയത്തില്ലെങ്കിൽ പോലും ഇത് ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് എടുത്തെഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഇത് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് തന്നെ പറയാം. അപ്പോൾ 3 കാര്യങ്ങൾ വേണം ഒരു തീപിടുത്തം ഉണ്ടാവാനായിട്ട്. ഏതൊക്കെ വേണം? ഓപ്ഷൻ എ ഫ്യുവൽ വേണമല്ലോ, അപ്പൊ അത് നമുക്ക് ആൻസർ അല്ല. ഓപ്ഷൻ ബി നൈട്രജൻ വേണമെന്ന് നിർബന്ധമുണ്ടോ? നൈട്രജൻ അവിടെ വേണം എന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഓക്സിജൻ എന്തായാലും വേണം. തീ കത്തണമെങ്കിൽ ഓക്സിജൻ വേണം. അതുപോലെ ഇഗ്നീഷനും ഉണ്ടാവണം. ഇഗ്നീഷൻ അല്ലെങ്കിൽ ഹീറ്റ്, ഒന്നുകിൽ ഇഗ്നീഷൻ അല്ലെങ്കിൽ ഹീറ്റ്, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വരും. അപ്പൊ ഇവിടെ ആവശ്യമില്ലാത്ത ഏതാണ്? ചോദ്യം അനുസരിച്ച് ഉത്തരം വരുന്ന ഏതാണ്? നൈട്രജൻ ആണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. അതായത് തീപിടുത്തത്തിനുള്ള 3 കാരണങ്ങൾ വേണ്ടാത്തത് ഏതൊക്കെയാണെന്ന് അതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ നൈട്രജൻ ആണ് ആൻസർ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഫ്യൂവല്, ഓക്സിജൻ, ഇഗ്നീഷൻ അല്ലെങ്കിൽ ഹീറ്റ്. ഇഗ്നീഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ്. അപ്പോൾ അത് വേണം ഒരു എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ ഫയർ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ ചോദ്യം, ഇൻ വെൽഡിംഗ് പ്രൊസീജിയർ ദ PQR സ്റ്റാൻഡ്സ് ഫോർ. ഇതും വളരെ സിമ്പിൾ ആയിട്ടൊരു ചോദ്യമാണ്. WPS, PQR ഒക്കെ നമുക്ക് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഇതേ ചാനലിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്താണ് PQRന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്? മറ്റൊന്നുമല്ല, PQRന്റെ ഫുൾ ഫോം ആണ് പാരന്റ് ക്വാണ്ടിറ്റി റെക്കോർഡ്, പ്രസന്റ് ക്വാളിറ്റി റീഡിംഗ്, പ്രൊസീജിയർ ക്വാളിഫൈഡ് റെക്കോർഡ്, പ്രൊസീജിയർ ക്വാളിഫിക്കേഷൻ റെക്കോർഡ്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? PQR. പ്രൊസീജിയർ ഓപ്ഷൻ സി ആണോ ഡി ആണോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള കൺഫ്യൂഷൻ അല്ലേ? ഓപ്ഷൻ എ പാരന്റ് ക്വാണ്ടിറ്റി റെക്കോർഡോ പ്രസന്റ് ക്വാളിറ്റി റീഡിങ്ങോ അല്ല, അത് നമുക്ക് ഒഴിവാക്കാം, എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ സി പ്രൊസീജിയർ ക്വാളിഫൈഡ് റെക്കോർഡ് ആണോ പ്രൊസീജിയർ ക്വാളിഫിക്കേഷൻ റെക്കോർഡ് ആണോ? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പ്രൊസീജിയർ ക്വാളിഫിക്കേഷൻ റെക്കോർഡ്. അപ്പൊ എന്താണ് ഈ PQR എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രൊസീജിയർ ക്വാളിഫിക്കേഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? A procedure qualification record അഥവാ PQR is a document that verifies a welding procedure's ability
to produce acceptable welds by documenting the actual welding parameters and ടെസ്റ്റ് റിസൾട്ട്സ് ഓഫ് എ ടെസ്റ്റ് കൂപ്പൺ. അതായത് ഒരു ടെസ്റ്റ് കൂപ്പണിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ വെൽഡിംഗ് പ്രോസസ്സ് ചെയ്ത ശേഷം ആ പ്രോസസ്സ് ഒക്കെ കറക്റ്റ് ആണ് എങ്കിൽ നമ്മൾ വെരിഫൈ ചെയ്ത് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്ന റെക്കോർഡിനെയാണ് പ്രൊസീജിയർ ക്വാളിഫിക്കേഷൻ റെക്കോർഡ് അല്ലെങ്കിൽ PQR എന്ന് നമ്മൾ പറയുന്നത്. ഇതിനോട് ചേർത്ത് വെച്ച് നമ്മൾ പഠിക്കുന്ന മറ്റൊരു പദമാണ് WPS, വെൽഡിംഗ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷൻ അല്ലെ. WPS-ഉം PQR-ഉം സൈമൾട്ടേനിയസ് ആയിട്ട് വരുന്ന സംഗതികളാണ്. അപ്പൊ PQR എന്ന് പറഞ്ഞാൽ എന്താ? ആ പ്രൊസീജിയർ, ഒരു പർട്ടിക്കുലർ വെൽഡിംഗ് നടത്താനുള്ള ആ സെറ്റ് ഓഫ് പ്രൊസീജിയർ നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ റെക്കോർഡിനെയാണ് എന്തെന്ന് പറയുക? PQR എന്ന് പറയുക. അപ്പൊ അത് ഒരു പർട്ടിക്കുലർ രീതിയിലുള്ള വെൽഡിംഗ് നടത്താൻ ആ പ്രൊസീജിയർ അവിടെ ഉണ്ട് അല്ലെ. അപ്പൊ അതാണ് PQR എന്ന് പറഞ്ഞാൽ. ദെൻ അടുത്ത ചോദ്യം, മെറ്റീരിയൽ ഡിഫിക്കൽട്ട് ടു ബി സ്പോട്ട് വെൽഡഡ്. അപ്പൊ സ്പോട്ട് വെൽഡിങ്ങിന്റെ കേസിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണത്. സ്പോട്ട് വെൽഡിങ്ങിന് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് അല്ലെങ്കിൽ സ്പോട്ട് വെൽഡിങ് അത്ര പോസിബിൾ അല്ലാത്ത മെറ്റീരിയൽ ഏതാണ്? ഓപ്ഷൻ എ കോപ്പർ, ഓപ്ഷൻ ബി മൈൽഡ് സ്റ്റീൽ, ഓപ്ഷൻ സി കാർബൺ സ്റ്റീൽ, ഓപ്ഷൻ ഡി സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരിക? ഇതിൽ ഏത് മെറ്റീരിയലാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് സ്പോട്ട് വെൽഡിംഗ് നടത്താൻ പറ്റാത്തത്? മനസ്സിലാക്കേണ്ടത്, സ്റ്റീൽ ആണെങ്കിൽ നമുക്ക് അവിടെ സ്പോട്ട് വെൽഡിംഗ് നടത്താനായിട്ട് സാധിക്കും. കോപ്പർ ആണെങ്കിൽ അത് അത്ര എളുപ്പമല്ല. കോപ്പർ ഈസ് ദി റൈറ്റ് ആൻസർ. ഇറ്റ് ഈസ് ഡ്യൂ ടു ഇറ്റ്സ് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റിയും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസും ഇത് രണ്ടും കോപ്പറിന് കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്ക് സ്പോട്ട് വെൽഡിംഗ് അവിടെ നടത്താനായിട്ട് സാധിക്കാത്തത്. കാരണം ദിസ് മേക്സ് ഇറ്റ്സ് hard to generate sufficient heat at the weld point to fuse the metal, and it can quickly dissipate heat leading to weak or non-existent weld. അപ്പോൾ നോൺ എക്സിസ്റ്റന്റ് വെൽഡുകളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ വീക്ക് വെൽഡിംഗ് ഒക്കെ ഉണ്ടാവും. ഈ പറഞ്ഞ കോപ്പറിൽ സ്പോട്ട് വെൽഡിംഗ് നടത്തിയാൽ വീക്ക് വെൽഡിംഗ് ഉണ്ടാവും. കാരണം തെർമൽ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലാണ്. കോപ്പറിനെ സംബന്ധിച്ച് തെർമൽ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസും കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ പോയിന്റ് സഫീഷ്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പോയിന്റിൽ ഫ്യൂസ് ചെയ്യാൻ അത്ര സഫീഷ്യന്റ് ആയിട്ടുള്ള ഹീറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇത് കോപ്പർ ഈ പറഞ്ഞ സ്പോട്ട് വെൽഡിങ്ങിന് അത്ര സ്യൂട്ടബിൾ അല്ല എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഫ്യൂഷൻ സോൺ ഇൻ സ്പോട്ട് വെൽഡിംഗ്? സ്പോട്ട് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള രണ്ടാമത്തെ ചോദ്യം. ഫ്യൂഷൻ സോണിന്റെ ഈ വെൽഡിങ്ങിന്റെ സ്പോട്ട് വെൽഡിങ്ങിന്റെ കേസിൽ ഫ്യൂഷൻ സോണിന് പറയുന്ന പേരെന്ത്? അപ്പൊ ടെർമിനോളജിയാണ് അറിയേണ്ടത്. ടോ, ക്രേറ്റർ, നഗറ്റ്, ഷോൾഡർ. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? ആ ഫിഗർ ഒക്കെ സ്പോട്ട് വെൽഡിങ്ങിന്റെ കേസിലേക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ടോ എന്നാണോ, ക്രേറ്റർ എന്നാണോ, നഗറ്റ് എന്നാണോ, ഷോൾഡർ എന്നാണോ അതിനെ പറയുക? കറക്റ്റ് ആൻസർ ഏതാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നഗറ്റ്. നഗറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഇതാണ് സ്പോട്ട് വെൽഡിങ്ങിന്റെ കേസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഫ്യൂഷൻ സോണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? നഗറ്റ് എന്ന് പറയുക. ആ ഫ്യൂഷൻ സോൺ എന്ന് പറഞ്ഞാൽ രണ്ട് മെറ്റലുകൾ തമ്മിൽ, ബേസ് മെറ്റൽ തമ്മിൽ മെൽറ്റ് ചെയ്ത് ഫ്യൂസ് ചെയ്യുന്ന ആ സോണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? നഗറ്റ് എന്ന് പറയുക. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം. ഇൻ വിച്ച് പ്രോസസ് കട്ടിംഗ് ഈസ് പോസിബിൾ ഇൻ ഓൾ പൊസിഷൻസ് ഓൺ ലൊക്കേഷൻ? അതായത് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ വെച്ചാൽ ഏത് പൊസിഷനിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സ് ഏതാണ്? മെറ്റൽ ആർക്ക് കട്ടിംഗ്, കാർബൺ ആർക്ക് കട്ടിംഗ്, പ്ലാസ്മ ആർക്ക് കട്ടിംഗ്, ഓക്സി അസറ്റിലിൻ കട്ടിംഗ്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? അപ്പോൾ കട്ടിങ്ങിന്റെ ഗ്യാസ് കട്ടിങ് അതുപോലെയുള്ള കട്ടിംഗ് പ്രോസസ്സുകൾ നമ്മുടെ സിലബസിലുണ്ട്, പഠിക്കാനുണ്ട്. അപ്പൊ അതിൽ എല്ലാ പൊസിഷനിലും നമുക്ക് കട്ടിങ് നടത്താൻ സാധിക്കുന്ന തരത്തിലുള്ള എക്യുപ്മെന്റ് ഏതിന്റെയാണ്? മെറ്റൽ ആർക്ക് കട്ടിംഗ് ആണോ, കാർബൺ ആർക്ക് ആണോ, പ്ലാസ്മ ആർക്ക് ആണോ, ഓക്സി അസറ്റിലിൻ കട്ടിംഗ് ആണോ? പ്ലാസ്മ ആർക്ക് കട്ടിംഗ് ഈസ് ദി റൈറ്റ് ആൻസർ. കാരണം അത് ജസ്റ്റ് ഒരു മോൾട്ടൺ പ്ലാസ്മയുടെ ഒരു സ്ട്രീം വന്നിട്ടാണ് ഈ പറഞ്ഞ കട്ടിങ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഏത് പൊസിഷനിലും നിന്നും നമുക്കത് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം ഓക്സി അസറ്റിലിൻ കട്ടിംഗ് ആണെങ്കിൽ അവിടെ കുറച്ചും കൂടെ എക്യുപ്മെന്റുകൾ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് എല്ലാ പൊസിഷനിലും കട്ട് ചെയ്യുക എന്നുള്ളത് അത്ര പോസിബിൾ അല്ല. അപ്പൊ ഏറ്റവും ഈസി ആയിട്ട് നമുക്കത് സാധിക്കുന്നത് പ്ലാസ്മ ആർക്ക് കട്ടിങ്ങിലാണ്. പ്ലാസ്മ ആർക്ക് കട്ടിംഗ് ഈസ് ദി റൈറ്റ് ആൻസർ. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ വെലോസിറ്റി ഓഫ് പ്ലാസ്മ ആർക്ക് കട്ടിംഗ് സ്ട്രീം ഈസ്? പ്ലാസ്മ ആർക്ക് കട്ടിങ്ങിനെ കുറിച്ചുള്ള രണ്ടാമത്തെ ചോദ്യം. സ്പോട്ട് വെൽഡിങ്ങിനെ കുറിച്ച് 2 ചോദ്യം വന്നു, പ്ലാസ്മ ആർക്ക് കട്ടിങ്ങിനെ കുറിച്ച് 2 ചോദ്യം വന്നു അല്ലെ. അപ്പൊ ചില ടോപ്പിക്ക് നമ്മൾ പഠിച്ചാൽ നമുക്ക് മാർക്ക് അതിൽ നിന്ന് കുറെ കിട്ടും അല്ലെ. അപ്പോൾ ഇതിലെ കറക്റ്റ് ആൻസർ. അപ്പൊ പ്ലാസ്മ ആർക്ക് കട്ടിംഗ് സ്ട്രീം അല്ലെങ്കിൽ പ്ലാസ്മ ആർക്ക് കട്ടിംഗ് എന്നുള്ള പ്രോസസ്സ് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഇതിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല. 500 മീറ്റർ പെർ സെക്കൻഡ് ആണോ, 600 മീറ്റർ പെർ സെക്കൻഡ് ആണോ, 700 മീറ്റർ പെർ സെക്കൻഡ് ആണോ, 800 മീറ്റർ പെർ സെക്കൻഡ് ആണോ? കറക്റ്റ് ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി, 600 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ പ്ലാസ്മ കട്ടിങ്ങിന്റെ കേസിൽ പ്ലാസ്മ സ്ട്രീം വരുന്നതിന്റെ വെലോസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. 600 മീറ്റർ പെർ സെക്കൻഡ്. എട്ടാമത്തെ ചോദ്യം.
വീണ്ടും പ്ലാസ് മാർക്ക് വെൽഡിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ തൊട്ട് മുന്നേ പ്ലാസ് മാർക്ക് കട്ടിങ്ങിനെ കുറിച്ചാണ്, ഇത് പ്ലാസ് മാർക്ക് വെൽഡിങ്ങിനെ കുറിച്ചാണ്. ദ വർക്കിംഗ് ടെമ്പറേച്ചർ ഈസ്, ഒരു പ്ലാസ് മാർക്ക് വെൽഡിംഗ് പ്രോസസ്സിൽ വർക്കിംഗ് ടെമ്പറേച്ചർ എത്ര എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നിമിയിൽ കൊടുത്തിട്ടുള്ള വാല്യൂ ആണ്. പ്ലാസ് മാർക്ക് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. ഓപ്ഷൻ എ 10,000 to 15,000, 20,000 to 30,000, 35 to 40, 40 to 45. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? നന്നായിട്ട് ഈ പ്ലാസ് മാർക്ക് വെൽഡിംഗ് പഠിച്ചവർക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓപ്ഷൻ ബി 20,000 to 30,000 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ നിങ്ങൾക്ക് ഇത് അറിയില്ലെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. പ്ലാസ് മാർക്ക് വെൽഡിംഗ് എന്നുള്ള ആ ടോപ്പിക് ഇനിയും പഠിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ട്, ഒത്തിരി സമയം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ കൃത്യമായിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ ആ വാല്യൂസ് ഒക്കെ നമുക്ക് നമ്മുടെ കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ അതിലെ പ്രധാനപ്പെട്ട വാല്യൂസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക, അത് ഇടയ്ക്കിടെ റിവൈസ് ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് ഇത് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 9ാമത് ചോദ്യത്തിലേക്ക് പോകാം. ഇൻ ഇലക്ട്രോൺ ബീം വെൽഡിംഗ്, ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിന്റെ കേസാണ്. EBM, the tungsten filament unit electrons is heated in vacuum chamber. അതായത് ഒരു വാക്വം ചേമ്പർ ഉണ്ട്. ഇലക്ട്രോൺ ബീം വെൽഡിംഗ് പഠിച്ചവർക്ക് അറിയാം, ഒരു വാക്വം ചേമ്പർ അവിടെ ഉണ്ട്, അതിനുള്ളിലാണ് ഈ വെൽഡിംഗ് നടക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ടങ്സ്റ്റൺ ഫിലമെന്റും ഇലക്ട്രോൺസും ഒക്കെ ഹീറ്റ് ചെയ്യുന്ന വാക്വം ചേമ്പറിന്റെ ടെമ്പറേച്ചർ എത്ര എന്നുള്ളതാണ് ചോദ്യം. 1000 ഡിഗ്രി സെൽഷ്യസ്, 2000, 3000, 4000. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതും ഇലക്ട്രോൺ ബീം വെൽഡിംഗ് നന്നായിട്ട് പഠിച്ചവർക്ക് മാത്രമേ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ സിമ്പിൾ ആയിട്ട്, അത് പഠിച്ച ആളുകളെ സംബന്ധിച്ച് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. ഓപ്ഷൻ ബി 2000 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അപ്പൊ ഇലക്ട്രോൺ ബീം വെൽഡിംഗിലെ വാക്വം ചേമ്പറിനുള്ളിലെ ഹീറ്റ് ആണ് 2000 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത്. ആ ടങ്സ്റ്റൺ ഫിലമെന്റും ഇലക്ട്രോൺസും ഒക്കെ ചൂടാക്കുന്ന ഹീറ്റ്. ലേസർ ബീം വെൽഡിംഗ് ഈസ് യൂസ്ഡ് ഇൻ, അതായത് ലേസർ ബീം വെൽഡിംഗ്, LBW, ലേസർ ബീം വെൽഡിംഗ്. അതിൽ ഏത് ആപ്ലിക്കേഷൻ ആണ് ലേസർ ബീം വെൽഡിങ്ങിന് ഏറ്റവും കൂടുതലായിട്ടുള്ളത്? എയർക്രാഫ്റ്റ്, ഷിപ്സ്, റെയിൽവേ, ബോഡി ബിൽഡിംഗ്. ഏതാണ്, ഏത് ബോഡി ബിൽഡിംഗ് ആണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? ചോദ്യക്കാരന് മനസ്സിലായിട്ടില്ല. എയർക്രാഫ്റ്റ്, ഷിപ്പ്, റെയിൽവേ, ആദ്യത്തെ 3 ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അതിൽ ഏതാണ് നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക? ഈ പറഞ്ഞ ലേസർ ബീം വെൽഡിങ്ങിന്റെ ആപ്ലിക്കേഷൻ, മെയിൻ ആപ്ലിക്കേഷൻ വരുന്നത് എയർക്രാഫ്റ്റിലാണ്. അതായത് ഈ പറഞ്ഞ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെൽഡിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് എയർക്രാഫ്റ്റുകളിൽ ഇപ്പോൾ കൂടുതലായിട്ടും ഈ പറഞ്ഞ ലേസർ ബീം വെൽഡിംഗ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അടുത്ത പാർട്ടുകളിലായിട്ട് മറ്റുള്ള ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിച്ച് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.